എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഒപ്പം ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ ഹരിമോഹൻ സാറാണ്. സാറ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. സാറിന് ഏകദേശം ഒരു 30 വർഷത്തോളം ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ ഉള്ള ഒരു എക്സ്പീരിയൻസുമാണ് സാറിനുള്ളത്. അപ്പോൾ സാർ, വെൽക്കം ടു അവർ പ്രോഗ്രാം. ഡോക്ടർ സാറ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇത് എനിക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തന്നതിന് വളരെ താങ്ക്സ്. സർ, ഈ വാട്സാപ്പ് ഫോർവേഡ്സ് ഒത്തിരി വരാറുണ്ട്. വാട്സാപ്പ് തന്നെ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി, വാട്സാപ്പ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഒരു ഷുഗർ ക്യാൻസർ കോസ് ചെയ്യും, അല്ലെങ്കിൽ ഷുഗർ ക്യാൻസർ പേഷ്യൻസ് കഴിക്കാൻ പാടില്ല, ക്യാൻസറിൻ്റെ വളർച്ചയ്ക്ക് അത് ആക്ച്വലി ഒരു ന്യൂട്രീഷനാണ്, അങ്ങനെയൊക്കെയുള്ള വാട്സാപ്പ് ഫോർവേഡ്സ് പലപ്പോഴും കാണാറുണ്ട്. ഇതിന് എന്തെങ്കിലും സയൻറ്റിഫിക് ബേസിസ് ഉണ്ടോ? സാറിന് ഇതിനെപ്പറ്റി എന്താണ് ഒരു അഭിപ്രായം? ഡോക്ടർ സാറ് നന്നായി ആ ചോദ്യം ചോദിച്ചത്. അതിൽ യാതൊരു സയൻറ്റിഫിക് ബേസിസും ഇല്ല. അത് എന്തിനാണ് ആൾക്കാരങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പലപ്പോഴും ഒരു വളരെ പേര് കേട്ട മെഡിക്കൽ ഓൺകോളജിസ്റ്റിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു എന്ന് പോലും കള്ളത്തരം പറയുന്ന ചില ഫോർവേഡ്സ് നമ്മൾ കാണാറുണ്ട്. അതിലെന്താ അവർക്ക് ഗുണം കിട്ടുന്നതെന്ന് അറിയില്ല. ഇറ്റ്സ് എ ടോട്ടൽ ലൈ ആണത്. അത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് എന്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കൂട്ടർ നമ്മളോട് ചോദിക്കാതെയും കൂടി പല കാര്യങ്ങളും പത്തിയായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കഴിക്കില്ല. എന്ത് കഴിച്ചാലും അതിന് ക്യാൻസറിന് കൂടാൻ സാധ്യതയുണ്ടെന്ന് പറയും. ഷുഗറിൽ എങ്ങനെയാണ് ക്യാൻസർ ഇതാക്കുക? നമ്മളെ ദേഹത്തിൽ എന്ത് ഫുഡ് കഴിച്ചാലും അത് ഫൈനലി ഷുഗർ തന്നെയാണ് ആവുന്നത്. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എനർജി തരുന്നത്. അതാണ് അതിൻ്റെ രീതി. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അങ്ങനെ എഴുതി കഴിഞ്ഞ് നമ്മൾ വിശ്വസിച്ചിട്ട് അത് ഓൾറെഡി ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, നറിഷ്മെൻ്റ് ഇല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും റെഡ് മീറ്റ് കഴിക്കില്ല, അത് കഴിക്കില്ല, ഇത് കഴിക്കില്ല, നോൺ വെജ് പാടില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നതുകൊണ്ടോ, ഇങ്ങനെ ഓരോന്ന് വായിക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ പറയുന്നതുകൊണ്ടോ അത് ഇനിയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പാലിയേറ്റീവ് കെയറിൽ എസ്പെഷ്യലി കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് കഴിച്ചോളൂ. ഈവൻ ഒരു ഡയബറ്റിക് ആണെങ്കിൽ കൂടി കുറച്ച് ഷുഗർ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഷുഗർ കുറയാതെ നോക്കിയാൽ മതിയാവും എന്നുള്ളത് പറയും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ വാട്സപ്പ് മിക്സ് ചെയ്യുന്ന ആൾക്കാരെ ഇത് നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. സർ, പലപ്പോഴും ദ ലാസ്റ്റ് ഫേസസ്, ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഡെത്ത് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു ഇവൻ്റ് അല്ല എന്നാണ് നമ്മൾ പാലിയേറ്റീവിൽ പഠിക്കുന്നത്. പലപ്പോഴും ഓഫ് കോഴ്സ് നമ്മുടെ മെഡിക്കൽ ട്രെയിനിങ്ങിൽ ഡെത്തിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല ആക്ച്വലി. ബട്ട് പാലിയേറ്റീവിൽ നമുക്ക് ഡെത്തും എങ്ങനെയാണ് ഡെത്ത്, ആക്റ്റീവ് ഫേസ്, പാസീവ് ഫേസ് ഓഫ് ഡെത്ത്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു കോഴ്സിലാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു എൻഡ് ഓഫ് ലൈഫ്, എന്താണ് സം ഓഫ് ദ സൈൻസ് ഓഫ് എൻഡ് ഓഫ് ലൈഫ് ആൻഡ് വാട്ട് ആർ സം ഓഫ് ദ തിങ്സ് ഈ സഫറിങ് കുറയ്ക്കാനായിട്ടും പേഷ്യൻ്റെ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാനായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? എൻഡ് ഓഫ് ദ ലൈഫ് പറ്റി ചോദിച്ചത് വളരെ നന്നായി ഡോക്ടർ സാറ. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ പാലിയേറ്റീവ് കെയർ പാലിയേറ്റീവ് കെയറിൽ തന്നെ എൻഡ് ഓഫ് ലൈഫ് കെയറും അതുപോലെ തന്നെ അതിനുള്ള സ്പെഷ്യൽ സെൻറ്റേഴ്സ്, അതിന് ഹോസ്പീസസ് എന്നാണ് പറയുക. ഇത് ഒരു വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് സൊസൈറ്റിക്ക്. എന്നുവെച്ചാൽ ഈ പറഞ്ഞ ക്രോണിക് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർക്ക് പലപ്പോഴും ഒരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് എൻഡ് ഓഫ് ദ ലൈഫ് സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് ഫാമിലിക്കും വലിയൊരു സ്ട്രെസ് ആൻഡ് സ്ട്രെയിനാണ്, അറ്റ് സെയിം ടൈം പേഷ്യൻറ്റിനും ആണ്. ഇപ്പോൾ അതിൽ പലപ്പോഴും വരുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോർമലായിട്ടുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ക്രൈസിസ് സിറ്റുവേഷൻസ് വരുമ്പോൾ അവർ ICUയിൽ അഡ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വെൻറ്റിലേറ്ററിൽ കയറ്റും. ചില മോഡേൺ മെഡിസിനിൽ പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നാണ് കണക്ക്. പക്ഷേ ഇതുപോലെ ഉള്ള പേഷ്യൻസിന് നമ്മൾ അറിയാം എൻഡ് ഓഫ് ദി ലൈഫ് വരുമ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്താലും അസുഖം മുത്ത് വരുന്നുണ്ട്. കാര്യമായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഹീറോയിക്കായിട്ടുള്ള ICU അഡ്മിഷനും ഇത് ബാക്കിയുള്ള വെൻറ്റിലേറ്ററൊക്കെ ചെയ്യുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള ഗുണവുമില്ല, പല ദൂഷ്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പേഷ്യൻ്റ് ഒറ്റപ്പെട്ടു പോകും അതിൻ്റെ ഉള്ളിൽ. അവർക്ക് റിലേറ്റീവ്സിനെയും ഫാമിലീനെയും കാണാൻ പറ്റില്ല. വലിയ ബില്ല് അത് കഴിഞ്ഞിട്ട് ഫാമിലിക്ക് വരും.
അത് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡു നോട്ട് റിസസിറ്റേറ്റ് അല്ലെങ്കിൽ CPR വേണ്ട എന്നുള്ള കാര്യങ്ങൾ, വെൻറ്റിലേറ്റർ ICU വേണ്ട, വെൻറ്റിലേറ്റർ വേണ്ട എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പാലിയേറ്റീവ് കെയർ ഫിസിഷ്യൻസ് റിലേറ്റീവ്സിനോടും സംസാരിച്ചിട്ട് അവരുടെ കൺസെൻറ്റോട് അവർ മനസ്സിലാക്കിപ്പിച്ച് അവർ പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സപ്പോർട്ടീവ് കെയർ മാത്രം കൊടുക്കുക. എൻഡ് ഓഫ് ദ ലൈഫിൽ അവർക്ക് വേദന ഇല്ലാതെ, അവർക്ക് എന്തെങ്കിലും ഡെലീരിയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്തിട്ട് സമാധാനമായിട്ട് അവർ പറ്റെങ്കിൽ അവർ വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. അതല്ലെങ്കിൽ അവർ റൂമിലോ ഇരിക്കുക. ഒരിക്കലും നമ്മൾ ICUയിലോ അങ്ങനെ കയറ്റാതെ നോക്കണം. അപ്പോൾ എൻഡ് ഓഫ് ദ ലൈഫിൽ പാലിയേറ്റീവ് കെയറിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്കതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് പാലിയേറ്റീവ് കെയർ. സർ, ഇപ്പോൾ ഈ പെയിൻ പലപ്പോഴും പാലിയേറ്റീവിൽ മാത്രം ഒതുങ്ങാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ്. പലപ്പോഴും പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഇൻവോൾവ് ആകേണ്ട ഒരു സാഹചര്യം കാണാറുണ്ട്. ആൻഡ് നൗ ദർ ഇസ് എ കോൺസെപ്റ്റ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് പെയിൻ മാനേജ്മെൻറ്റ്. സോ കെൻ യു മേ ബി എക്സ്പ്ലെയിൻ ദാറ്റ് ടു അസ്? എന്താണ് ഇൻറ്റഗ്രേറ്റഡ് പെയിൻ മാനേജ്മെൻറ്റ്? എങ്ങനെയാണത്? ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഞാൻ പറഞ്ഞ പോലെ ക്രോണിക് പെയിൻ എന്ന് പറയുന്നത് അക്യൂട്ട് പെയിനിനെ പോലെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. പലപ്പോഴും നമ്മളത് കൊടുക്കുന്ന മരുന്നുകൾ കൊണ്ട് തന്നെ കുറയണം നിർബന്ധമില്ല. നമുക്ക് അതിൻ്റെ കൂടെ ചില ക്യാൻസർ ആകുമ്പോൾ റേഡിയേഷൻ തെറപ്പി പെയിനിന് വേണ്ടി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കീമോതെറപ്പി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സർജറി ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നോൺ ക്യാൻസറസ് കണ്ടീഷനും റേഡിയോതെറപ്പി പറ്റില്ലെങ്കിലും കീമോതെറപ്പിയും പറ്റില്ല. പക്ഷേ അവർക്ക് സർജിക്കലായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെർവ് മറ്റേ ഈ സ്പൈനിൽ വരുന്ന നെർവ് റൂട്ടിൽ കംപ്രഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിലീഫ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പെയിൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫിസിയോതെറപ്പി, ഓക്യുപ്പേഷണൽ തെറപ്പി, ഇങ്ങനെ ആൾട്ടർനേറ്റീവായിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയും. നമുക്ക് നരമ്പുകളെ ഇൻജെക്റ്റ് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വേദന കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഒരു ടീമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ പേരാണ് ഇൻറ്റഗ്രേറ്റഡ് പെയിൻ ക്ലിനിക് അല്ലെങ്കിൽ പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെയിൻ ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അസസ് ചെയ്യുന്ന ആൾക്ക് ഡിസൈഡ് ചെയ്യണം ഏതാണ് ഇവർക്ക് ബെസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക വേദന കുറയാൻ വേണ്ടിയിട്ട് എന്നാലോചിച്ചിട്ട് അതിനനുസരിച്ചിട്ട് മരുന്നുകളോ അല്ലെങ്കിൽ ഈ കുത്തിവയ്പ്പോ അല്ലെങ്കിൽ റേഡിയേഷനോ എന്താ കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് ഈ പറഞ്ഞ ഏത് സ്പെഷ്യലിസ്റ്റിൻ്റെ ആവശ്യമാണ് വരിക എന്ന് നോക്കിയിട്ട് അത് കൊടുത്തിട്ട് പെയിനിനെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു സെൻ്ററായിട്ട് വരുന്നതാണ് ഈ ഇൻറ്റഗ്രേറ്റഡ് പെയിൻ ക്ലിനിക്. ഡെഫിനറ്റ്ലി അത് ഫ്യൂച്ചർ അതുതന്നെയാണ്, പെയിൻ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ്. സോ താങ്ക് യു വെരി മച്ച് സർ. ഇന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഫ്രം മാനേജ്മെൻറ്റ് ടു കമ്മ്യൂണിക്കേഷൻ ടു എക്സ്റ്റേണൽ സപ്ലിമെൻറ്റ്സ് ഒത്തിരി കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. ആൻഡ് ഐ തിങ്ക് ദിസ് അവെയർനെസ് ഡെഫിനറ്റ്ലി ഈസ് ഹെൽപ്ഫുൾ. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന സയൻറ്റിഫിക് കാര്യങ്ങൾ എന്താണ്, ഇത് മിത്സ് എന്താണ്. So it is a very good knowledge for all of us. So thank you so much sir for your time.